ഉച്ചക്ക് 1 മണിക്ക് ഭയങ്കര ചൂടാണ് അല്ലെ? ഫെബ്രുവരി ആയപ്പോഴത്തേനും ഭയങ്കര ചൂടായി. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നത് ഒരു ചൂടുമില്ലാത്ത വീട്ടിലാണ്. തൃശ്ശൂർ കണിമംഗലത്ത് ഒരു ചൂടുമില്ലാത്ത വീട് ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ആണ് എന്റെ കൂടെ നിൽക്കുന്നത്. പേര് ബ്രിജേഷ്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്? ജെയ്ഡ് ആർക്കിടെക്ട്. ജെ ആർക്കിടെക്ട്സ് ഇന്റീരിയർ ഡിസൈനർ. ഇദ്ദേഹമാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട് നമ്മൾക്ക് പോയി കാണാം. എങ്ങനെയാണ് ഇങ്ങനത്തെ വീടുകൾ പണിയേണ്ടതെന്നും എത്രത്തോളം ചെലവ് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നും നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ഇപ്പൊ നമ്മുടെ ചാനലിൽ സർവ്വവ്യാപിയായി, നമ്മളെ ഹബീബ് ഖാനെ പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോജക്റ്റിന്റെ PMC ഇവരായിരുന്നു, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. നമ്മൾ സ്വന്തമായിട്ട് ഓരോന്നിന്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്ടർ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ട് ഫൈസൽ പറയുന്നത് 1.5 കോടി രൂപ അല്ലാത്ത രീതിയിൽ ചെലവ് വരുന്ന ഒരു വീട് നിങ്ങൾ എത്രയാണ് തീർക്കുന്ന പറയുന്നത്? നമ്മൾ എന്തായാലും 1 കോടി രൂപയ്ക്ക് തീർക്കാൻ പറ്റും. ഡിസൈൻ പാർട്ട് ആദ്യം തീർന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് 30% മതി എക്സിക്യൂഷന് വേണ്ടിയിട്ട്. 1959 MBBS പാസ്സായിട്ടുള്ള ഒരാളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ആ ഗ്രഹനാഥന് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോ പുറത്തു പോകുന്ന ആളുകളായിട്ട് ഒരു കണക്ഷൻ വേണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് തന്നെ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെല്ലായിടത്തും ജാലി വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ആവശ്യത്തിന് വെന്റിലേഷൻ, ക്രോസ് വെന്റിലേഷൻ കിട്ടും. അത് പോയാൽ അറിയാം. ഈ ഒരു ചൂട് സമയത്തും ഇതിനകത്ത് ഒരു AC ഫാൻ ഇടാതെ ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും. ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. ട്രഡീഷണൽ മോഡേൺ. ഈ ആർച്ച് വിൻഡോസ് ഒക്കെ വരുന്നപ്പോ നല്ല ഭംഗിയായി. എന്നാൽ എല്ലാം കൂടി ഒരു ഇൻക്ലൂസീവ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും നമുക്ക് കേരളത്തിൽ ആവശ്യം ഡിസൈനേക്കാളും ഉപരി, സൈസിനേക്കാളും ഉപരി ചൂടില്ലാതെ കേരളത്തിൽ ഒരു 6 മാസം കിടക്കാൻ പറ്റുക എന്നുള്ളതാണ്. പറഞ്ഞ പോലെ ഞാനത് പറഞ്ഞു. ചൂടുണ്ട് ഇവിടെ? ചൂടില്ല അല്ലെ? പേരെന്താ? സുഗതൻ. 1959 MBBS പാസ്സായിരുന്നു. എവിടെയാ ജോലി ചെയ്തിരുന്നപ്പോ? മെഡിക്കൽ കോളേജില്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 30 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചു. 30 കൊല്ലം കൊണ്ട് ആയിരക്കണക്കിന് അല്ലേ? പിന്നെ 2000 വരെ സ്റ്റുഡൻസ് ഉണ്ട്. കേരളത്തിലെ നല്ലൊരു ഭാഗം ആളുകളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ കാരണമായ ഡോക്ടർമാരെ പഠിപ്പിച്ച ആളാണ്. ഇതൊരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാണ്. പിന്നെ ഐഫൈയുടെ കംപ്ലീറ്റ് ഫർണിച്ചറാണ്. എന്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു സോഫ ഇവരുടെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ശരിക്കും ഞാൻ മേടിച്ചതിനേക്കാളും അല്ലേ? എത്ര കാലമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്? നാട്ടില് 2011 തൊട്ടിട്ട്. 2011 പേര് അപ്പൊ ഡോക്ടർ തന്നെ ആയിരുന്നോ? എവിടെയായിരുന്നു ശരിക്കും വീട്? നമ്മളിവിടെ തന്നെ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എത്ര കുട്ടികളാ? 2 അവരും ഡോക്ടേഴ്സ് തന്നെയാണ്. മോള് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലെ എക്സിക്യൂട്ടീവ് മാനേജറാണ്. മോൻ ദുബായില്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ മറ്റേ കർണാടക സംഗീതമൊക്കെ പാടുന്നവരില്ലേ, അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ട്. നരച്ച മുടി പൊട്ടാണ് അല്ലേ? ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ബ്രിജേഷ് ഡിസൈഡ് ചെയ്തതാണല്ലോ അല്ലേ? മൊത്തം ഇന്റീരിയറും ആർക്കിടെക്ചറും എല്ലാം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു. പക്ഷെ അത് ഡിസൈഡ് ചെയ്തത് ഇവരുടെ ഫെസിലിറ്റി, ഇവരുടെ സൗകര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തു. തീർച്ചയായിട്ടും. കയറി വരുമ്പോ നമ്മുടെ ഫ്രണ്ട് ഡോറിന് തൊട്ട് ബാക്കിലാണ് കിച്ചൺ ഇരിക്കുന്നത്. എന്നാൽ നമ്മള് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുന്ന രീതിയിലാണ്. ഓപ്പൺ കിച്ചൺ ആണ്, പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല. പ്രൈവസി ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ഇത് ഡിഷ് വാഷർ ആണ്, ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി. ഇതിലൊക്കെ നമ്മളിപ്പം അണ്ടർ കൗണ്ടർ വാട്ടർ ഫിൽറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ വാട്ടർ ഫിൽറ്റർ ഉണ്ട്. ഇത് ഐഫയുടെ വാട്ടർ ഫിൽറ്റർ ആണോ? ഒബിയസ്ലി അല്ല, നിങ്ങൾക്ക് പേരിട്ടാ പോരെ, ഐഫ ഹോംസ്. അവിടെ നിന്ന് ആ ഗ്ലാസ് ബ്രിക്ക് വരുന്ന നാച്ചുറൽ ലൈറ്റ്സ് അത് ഏത് സമയത്ത് വരും. പിന്നെ ഒരു ടർബൈൻ വെച്ചിട്ട് ഒരു ഗംഭീര വെന്റിലേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഫാക്ടറിയിലൊക്കെ വെക്കുന്ന പോലെ ഹോട്ട് എയർ സക്ക് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ ചിമ്മിനി വെച്ച് വരിക, ആ ചിമ്മിനി വെച്ചാൽ കറണ്ട് വേണം. ആ ചിമ്മിനി ഒരു ശബ്ദം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഇത് ഒരു കറണ്ടും ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് സൈലന്റ് ആയിട്ട് കറങ്ങിക്കൊണ്ട് നമ്മൾ എയർ ഇതിന് ചിമ്മിനേക്കാൾ കൂടുതൽ മുകളിലേക്ക് എടുക്കുന്നുള്ളതാണ്. പ്രത്യേക ഡിസൈൻ ആണ്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ വീട് ഭയങ്കര ക്ലീൻ. അവിടെ ക്ലീൻ എന്ന് പറഞ്ഞപ്പോ ചിരിച്ച ആള് പേരെന്താ? ജയന്തി.
ജയന്തി ആണോ കംപ്ലീറ്റ് ഹെൽത്ത്? ആ, അതെ. അതല്ലേ. അപ്പൊ ഇവിടെ ഒരു കിച്ചണിലും ഉണ്ട്, ഒരു ലൈറ്റിംഗ് സ്ട്രക്ചറും ഉണ്ട്, ദെൻ എയർ പോവാനുള്ള. നമുക്കിനി അടുത്ത റൂമുകൾ കാണാം. ഓ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട് അല്ലേ? ലിഫ്റ്റ് ഉണ്ട്, ഒരു ചെറിയ കോർട്ട്യാർഡ് ഈ ഉണ്ട്. ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ള സ്പേസ്. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം ഞാൻ ചോദിച്ചോട്ടെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വീട്ടിന്റെ മുകളില് ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് ഭയങ്കര ചൂട് കാരണം ഞാൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ അടക്കുക ചെയ്തത്. ആ ഗ്ലാസ്സിൽ നിന്നുള്ള റിഫ്രാക്ഷൻ വന്നിട്ട്. ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെർഫോമൻസ് ഗ്ലാസ്സുകളാണ് നമ്മൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാം. ഇത് എന്താ സംഗതി? ഇത് ജാലിയാണ്, നമ്മുടെ സാധാരണ ജാലിയാണ് അല്ലെ? ബാക്കിൽ നെറ്റ് അടിച്ചെടുത്താണ്. സോ ഇത് എപ്പോഴും ഒരു സെക്യൂർഡ് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട്. ഈ വീട്ടില് റിട്ടയർഡ് ആയിട്ടുള്ള രണ്ടാളുകളാണ് താമസിക്കുന്നതെങ്കിലും ഇതിനൊരു ഫ്രാച്ച് ഹൗസ് ഒക്കെ അറിയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം, അങ്ങനത്തെ വീടുകൾ എന്നൊക്കെ പറയില്ലേ? ഒരു യങ് വൈബാണ് അല്ലെ? ശരിക്കും ചെറുപ്പമുള്ള വീട്. ബാക്കിയുള്ള സ്ഥലം കൂടി കാണിച്ചു തന്നു. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് എന്തായിരിക്കും വിചാരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. ഞാൻ ചിന്തിക്കട്ടെ. ചിന്തിക്കൂ. ഇതിന്റെ ബാക്കിൽ കിച്ചൺ അല്ല, ഇത് ശരിക്കും അതിന്റെ അപ്പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. ഓ, അപ്പൊ അതിലോട്ട് നാച്ചുറൽ ആയിട്ട് കയറും ഇതിന്റെ ഉള്ളിലൂടെ. ഇത്രയും വെളിച്ചം വരുന്നുണ്ട് അല്ലേ? ഇത്ര വെളിച്ചം കണ്ട് സുഖമായിട്ട് ഇരിക്കാനുള്ള സംവിധാനം. അതുമല്ല, ഈ വെളിച്ചം വരുമ്പോ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ലിഫ്റ്റ്. ഇതും ഐഫ വെച്ചു കൊടുത്തതാണോ? നമുക്ക് ലിഫ്റ്റ് കയറി പോയാലോ? അപ്പൊ മോളിൽ ലിഫ്റ്റ് കയറി പോവാ. അപ്പോ ക്യാമറാമാൻ മുകളിലോട്ട് പോകുന്നോളൂ രണ്ടാളും. ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂംസ് ഉണ്ടല്ലോ അല്ലെ? 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം ഉണ്ട്. പോകുന്നു അല്ലേ? ഇവിടെ പേസ്റ്റൽ കളേഴ്സ്. പാസ്റ്റൽ കളർ മാത്രല്ല, അതിന്റെ ഒരു ഷേപ്പ് നോക്കിയേ. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ടാണ് കേരളത്തിലെ വാർഡ്രോബ് കൊണ്ട് പാർട്ടീഷൻ ചെയ്ത് വീട്. ഫ്രഞ്ച് സലോൺസിലൊക്കെ ഇങ്ങനത്തെ പാർട്ടീഷൻ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റഡി. ഇതിങ്ങനെ വന്ന് കംപ്ലീറ്റ് ഇവിടെ ഇവിടെ ഒരു വാൾപേപ്പർ സ്ട്രക്ചർ വരുമ്പോ നല്ല ഭംഗിയിലായി സംഗതി. പിന്നെ ഇവിടെ ഇങ്ങനെ ബേ വിൻഡോ കൊടുത്തില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്തു അല്ലേ? അത് കൈൻഡ് ഓഫ് ബേ വിൻഡോ ആണ്. അതാണ് ക്ലയന്റിന്റെ ഒരു ബേ വിൻഡോ കോൺസെപ്റ്റ്. യെസ്. ഇവിടുത്തെ ടോയ്ലറ്റും ഇതുപോലെ തന്നെ. ഇതാണ് ഈ വീടിന്റെ ചോൺ അല്ലേ? അല്ല, 4 റൂമിനും 4 കളർ ചോയ്സ് ആണ്. ഓക്കെ, നമുക്കപ്പോ അടുത്ത റൂമിലോട്ട് പോയാലോ? ഓ, എന്താ അടിപൊളി പിങ്ക്. ഇത് നല്ല ഭംഗിയുള്ള പിങ്ക്. പിങ്കില് പൗഡേർഡ് ബ്ലാക്ക് വരുമ്പോ ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കുമല്ലോ. നിങ്ങളൊരു ഗ്രേയിഷ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ ഒരു സാറ്റിൻ ഫിനിഷ് ആണ്, സാറ്റിൻ ഫിനിഷ്, ഗ്ലോസി അല്ല. ഇത് ആ പിങ്കിന്റെ കോമ്പിനേഷനിലുള്ള വാൾപേപ്പർ ആണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടെ മെയിൻ സംഗതി. അടിപൊളി സ്ഥലം. എന്താ കാറ്റ്, ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നത്? അപ്പൊ ഇത് ഓൾറെഡി ഓപ്പൺ ആണില്ലേ? ഞാൻ ഈ വെയിലത്താണ് നിൽക്കുന്നത്, എന്നിട്ടും എനിക്ക് യാതൊരു ചൂടും ഒന്നും തോന്നുന്നില്ല. ഈ ബാൽക്കണി നല്ല രസമുണ്ട്, ഭയങ്കര സെക്ലൂഡഡ് ആണ്. ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ബാൽക്കണിയാണ്. ഓക്കെ, പക്ഷെ കുറച്ചുകൂടി വലുതാക്കായിരുന്നെങ്കിലും, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ എലിവേഷൻ ശ്രദ്ധിച്ചറിയാം, ഒരു ട്രയാങ്കിളിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 2 റൂമിനും നമ്മൾ ഒരേപോലെ ഒരു റെക്ടാങ്കിൾ ചെയ്ത് വരുമ്പോൾ താഴത്തേന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫീൽ ചെയ്തില്ലേ, നമുക്കൊരു സൺബാത്ത് വേണം എന്നുള്ള പോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇരുന്ന് ഇപ്പൊ റോട്ടിൽ കൂടെ ആള് പോകുന്നെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് സൺബാത്ത് കാണാം, സമാധാനമായിട്ട് തുറന്ന് രാത്രി ഇത് തുറന്നിട്ട് കിടന്ന ഫാൻ വേണ്ട, ഒന്നുമില്ല, ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. ടൈലുകൾ നോക്കി കഴിഞ്ഞാല് വിട്രിഫൈഡ് ടൈലല്ല ഉപയോഗിച്ചിട്ടുണ്ട്. വിട്രിഫൈഡ്. ദെൻ ഇതെല്ലാം ഇത് പ്ലൈ ആണ് അല്ലേ? അല്ല, അത് സ്റ്റീലാണ്. സ്റ്റീലാണ്. ഈ തീം കറക്റ്റ്. ഇതൊക്കെ ഓപ്പണബിൾ ആണ്. പ്രസ് ആൻഡ് ഓപ്പൺ ആണ്. പ്രസ് ആൻഡ് ഓപ്പൺ. ഇത് ശരിക്കും DB ബോക്സ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കും മറ്റേ ഗ്രൗണ്ട് ഫ്ലോറിലും സെപ്പറേറ്റ് DB ബോക്സസ് ഉണ്ട്. പിന്നെ അത് തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആ ഒരു രീതിയിൽ അല്ലേ? അതെ. ഓക്കെ. പിന്നെ ഒരു TV യൂണിറ്റ് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അത് റൂമല്ല, ഇത് പുറത്തേക്കുള്ള ടെറസ് ഏരിയ ആണ്. സോളാർ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഫുള്ളി സോളാർ ആണ് വീട്. നമ്മുടെ ടർബൈനുകൾ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യം ആർക്കിടെക്ചർ ഡിസൈൻ ആണ്. PMC ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്.
പക്ഷെ ഇതിന്റെ ഈ ക്ലയന്റ് എന്ന് പറഞ്ഞത് ഡോക്ടറെ മകൻ അനൂപ് സാർ, ആളൊരു എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം നൽകിയ ഒരു സപ്പോർട്ട് ഒരു കാര്യത്തിലും നോ പറയണില്ല. പുള്ളിക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ്, കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത് അറിയാം, എല്ലാ കാര്യത്തിനും ഓക്കെ 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 എന്നാണ്. ഇനി ഇത് കാണുന്ന ഞങ്ങളിപ്പോ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഇവിടെ വരുമ്പോ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ ലാസ്റ്റ് പറയാന്ന് ഇടയിൽ തന്നെ പറഞ്ഞു. ഇത് കടപ്പയാണത്? അല്ല, അത് വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്. ടൈൽ തന്നെയാണോ? ഇതിൽ കാണുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു ഇതില്ല, ഇരുമ്പിന് മുകളിൽ ചവിട്ട പോലെ, അത് ഈ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകത. ഇതിന്റെ അടിയില് വളരെ സ്ട്രെങ്ത് ആയിട്ട് നമ്മള് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേ പൈപ്പ കൊടുക്കുക പൈസ വീശിക്കാൻ വേണ്ടിട്ട്. 4 AC വെന്റുകൾ ഇവിടെയാണ്. സോളാറിന്റെ ഇതിലേക്കാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ സോളാറിന്റെ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. വാട്ടർ ടാങ്ക് ഇതിന്റെ മുകളിലുണ്ട്. ഇതിന്റെ മുകളിൽ ഇപ്പൊ എത്ര വാട്ടർ ടാങ്ക് ഉണ്ട്? 3 എണ്ണം. അതാണ് 3 എണ്ണം. വാട്ടർ ഷോർട്ടേജ് വരാതിരിക്കാനായിട്ട് അല്ലേ? ഓക്കെ. ഈ വക സംഗതികളുടെ എല്ലാം സർവീസ് ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ നേരം കൂടി കയറിയാൽ ഗ്ലാസ് ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുകൾ കാണാനില്ലേ? അത് കൂടി കാണാം. ക്ലയന്റ് സ്വയം കണ്ടുപിടിച്ച ഡബിൾ പർപ്പസ് അല്ലേ? റൂമാണ് ഡോക്ടറുടെ ഓഫീസ് റൂം അല്ലേ? ആള് ബുക്ക് എഴുതാറുണ്ട്. അപ്പൊ ആൾക്ക് അതിന്റെ ഒരു പുള്ളിയുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിലോട്ട്. ഇപ്പൊ നമ്മള് ഈ സ്പേസ് ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. പണ്ടത്തെ ഫോട്ടോ നോക്കി. ചരിത്രമാണ്, ചരിത്രം. ഇത് നിങ്ങളുടെ റൂം അല്ലേ? സെയിം സ്ട്രക്ചർ ആണ് നമ്മൾ മുകളിൽ കണ്ടതിന്റെ സ്ട്രക്ചർ തന്നെയാണ്. കളർ പാലറ്റ് മാത്രമാണ് അതിനനുസരിച്ചിട്ട് ക്ലോക്കിന്റെ കളറും എല്ലാം അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഈ കോർട്ട്യാർഡിലേക്ക് ഓപ്പൺ ഔട്ട് ചെയ്യുന്ന ഇങ്ങോട്ട് വരുന്ന സ്പേസ്. ഇനിയുള്ള സംഗതി ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ലെറ്റ്സ് ഹിയർ ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയുന്ന പോലെ. ഇവിടെ താമസിക്കുന്നവരിൽ നിന്ന് കേൾക്കട്ടെ. എങ്ങനെയുണ്ട് ഈ വീട്? വളരെയധികം സൗകര്യങ്ങളുള്ള വീടാണ്. ഇപ്പൊ എത്രയും ഇങ്ങോട്ട് മാറിയിട്ട്? മാറിയിട്ട് 1 മാസം കഴിഞ്ഞു. 1 മാസം. വളരെ കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാൻ പറ്റും അല്ലേ? ഈ ലൈറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായോ? ഇവിടെ നല്ല രസമാണ്. നല്ല വെന്റിലേഷൻ ഉണ്ട് ഇവിടെ. വെളിച്ചവും കാറ്റും നമ്മള് അടച്ചുകൂടിയിരിക്കുന്ന പോലെ തോന്നില്ല. അതുകൊണ്ട് നല്ല വെളിച്ചവും കാറ്റും. വീട് നമ്മൾ എങ്ങനെ പണിതാലും വീട്ടിൽ താമസിക്കുന്നവരുടെ കംഫർട്ടും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് വീട് എങ്ങനെയാണ് പണിതത് എന്നുള്ളത് അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിലും എന്താണോ വേണ്ടത് അതെല്ലാം ബ്രിജേഷ് ചെയ്തു തരും. ദെൻ ഒരു ആർക്കിടെക്ട് ഉണ്ടായാലും ആ പ്രോജക്റ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ തലവേദന. നമ്മൾക്ക് വേണ്ട സംഗതികൾ അത് കൃത്യമായ വിലക്ക് ഒപ്പിക്കുക, കൃത്യമായ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊണ്ടുവരിക, നമ്മൾ പറ്റിക്കാതിരിക്കുക മെയിൻലി അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഫൈസൽ ചീരൻ. ആൻഡ് ദാറ്റ്സ് മൈ പേഴ്സണൽ അഷ്വറൻസ് ഫോർ യു ഗൈസ്, യു നോ. എങ്കിലും ഇതിൽ ഞാൻ പറയുന്നത് ഇത്രയും വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ അഷ്വറൻസിൽ മാത്രം ചെയ്യരുത്. കാരണം വീടെന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം ചെയ്യുന്നതാണ്. ഇവർ 2 പേരെയും കറക്റ്റ് വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഏബിൾഡ് ഹാൻഡ്സ് ആണ്. നിങ്ങളും വളരെ ഏബിൾഡ് ആയിട്ട് ഡിസ്കഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ചെയ്യുക. വീട് മാത്രമാണോ അതോ കൊമേഴ്ഷ്യൽ മിക്സ് ഡെവലപ്മെന്റ്സ് അതൊക്കെ ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റാലിറ്റി, കമേഴ്ഷ്യൽ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെ? അതിനുള്ള എക്സ്പെർട്ടീസും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് PMC ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ഡിസൈൻ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ 100 കണക്കിന് വർക്കേഴ്സ് ഉണ്ട്, സ്വന്തം വർക്കേഴ്സ് ഉണ്ട്. സിവിൽ മുതല് ഇന്റീരിയർ മുതല് ഫർണിച്ചർ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ വീടുണ്ടാക്കാനായിട്ട് നിങ്ങൾ 2 പേര് കൂടിയിട്ട് നിങ്ങളുടെ കമ്പനി ചെയ്യുന്നു. ദെൻ ഇന്റീരിയറിന് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ ഉണ്ട്. അതുകൂടാതെ ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ സുഹൈലിന്റെ പ്ലാന്റേഴ്സ് വരെ ഇവിടെ ഉണ്ട്. ഐ എം പ്രിറ്റി മച്ച് ഷുവർ ദാറ്റ് യു നോ ദിസ് വെഞ്ചർ വിൽ ബി കോൾഡ് ഐഫ ഹോംസ് ഇൻ ദ ഫ്യൂച്ചർ അല്ലെ? ഐഫ ഹോംസ്. അപ്പൊ ഐഫ ഹോംസിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദെൻ ഡോക്ടറെയും അമ്മ പ്രമീളയെയും